സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2025 നമ്മളെ വിട്ടിപ്പോൾ ഓടും. സ്തോത്രം. 2026 പ്രവേശിക്കുന്ന 2024 നമ്മൾ ഒരുപാട് സ്തോത്രം ദൈവത്തിന് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞത് മാത്രമേ നമുക്ക് അറിയാവൂ. പക്ഷേ 2026 അങ്ങനെ ആവരുത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ദൈവവചനം വായിച്ച് ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവവചനം ധ്യാനിച്ച് 2026 പുതിയ ആത്മാക്കൾക്ക്, പുതിയ ജനറേഷന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കാരണം പുതിയ ആത്മാക്കൾ, പുതിയ ജനറേഷൻ ഉണ്ടെങ്കിലേ അടുത്ത തലമുറയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ. ഇതിപ്പോൾ അപ്പുറത്ത് നിന്ന് കുറച്ച് പേര് ഇപ്പുറത്ത് വന്നു, അപ്പുറത്ത് പോയി ഇവർ കുറച്ച് ഇപ്പുറത്ത് വന്നു, ഒരു കൺവെൻഷൻ സ്റ്റേജിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തിരി ചർച്ച ചെയ്യുന്നു വന്നു. നോ, നല്ല കാര്യം തന്നെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വന്നത് ജാതികൾ സുവിശേഷം അറിയണം. ഇപ്പോൾ ഫിലിപ്പോസ് നോക്ക്, ശമരിയ പട്ടണത്തിൽ യേശുവിനെ പ്രസംഗിച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഴുകനൊരു സ്വഭാവമുണ്ട്. ഈ കഴുകൻ ഭൂമിയിൽ വെച്ച് ഈ പാമ്പിനെ ആക്രമിക്കത്തില്ല, എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഈ ഭൂമിയിൽ ഈ പാമ്പിന് പലതര സെറ്റപ്പുണ്ട്. പക്ഷെ ഈ കഴുക ടക്കന് വന്ന് വാലിലും തലയിലുമായിട്ട് കാലിൽ റാഞ്ചി ഒരു ഒറ്റയെടുപ്പുണ്ട്. എടുത്ത് നേരെ ഏറിൽ വെച്ച് ആ കൊത്തി തിന്ന് കൊന്നുകളയുന്നതിനെ. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കഴിഞ്ഞാൽ സാത്താൻ്റെ സകല തന്ത്രത്തെ നിന്ന് എനിക്ക് ജയിക്കാൻ പറ്റും. സ്തോത്രം. ഇപ്പോൾ ഏദൻ തോട്ടത്തിനകത്ത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം, ആ പഴം ഇല്ലേ, അത് കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അതവർ കഴിച്ചു. അത് കഴിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്തുവാ? ഇളയവൻ മൂത്തവൻ, രണ്ടുപേർക്കും രണ്ട് സ്വഭാവം. ഇളയവൻ ദൈവത്തെ ആരാധിക്കുന്ന, മൂത്തവൻ ആരാധിച്ചവനെ കൊല്ലുന്നു. കണ്ട, നന്മയും തിന്മയും അത് രണ്ടും ഇവിടെ സംഭവിച്ചു. ശ്രദ്ധിച്ചു നോക്കിയോ. 2026 നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്ക നിലവാരത്തിൽ ഈ 2026 സ്തോത്രം സെറ്റായി വരട്ടെ. സെറ്റായിട്ട് വരട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാക്കണം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വകജാതികൾ നീങ്ങിപ്പോകത്തില്ല. കാരണം നമ്മൾ 2025 ഒരുപാട് പ്ലാൻ ഉണ്ടാക്കി, ഒരുപാട് പ്ലാൻ അല്ലേ, എല്ലാം പൊളിഞ്ഞു പോയി. കുറച്ചെന്തോ നടന്നു. 2026 നിൻ്റെ ഈ തല ചിന്തിച്ച് പ്ലാൻ ഉണ്ടാക്കരുത്. നീ വചനം ധ്യാനിക്കണം, നീ അന്യ ഭാഷയിൽ ഇരിക്കണം, നീ പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ സഭയെക്കുറിച്ച് എന്ത് വെളിപ്പാട് തരുന്നുവോ അത് ചെയ്യേ. അതൊരു അനുഗ്രഹമായി മാറും. നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞേ ഇതിനെ ജയിക്കാൻ പറ്റും. ഇല്ലേ, ജഡത്തിൻ്റെ സ്വഭാവവും ജഡം പറയുന്നതും നീ കേട്ടോണ്ടിരിക്കും. ഇല്ലേ, ഇപ്പം വെള്ളം ദാഹിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ജഡം പറയും, ഒരു ജ്യൂസ് കുടിച്ചാൽ അങ്ങനെയുണ്ട്, പെട്ടെന്ന് ആ ജ്യൂസ് കുടിക്കും. കേട്ടാ. അപ്പം ജഡം എന്ത് പറയുന്നുവോ അത് കേൾക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു കേൾക്കുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം. ബൈബിൾ എടുക്കുമ്പോൾ ജയിക്കാൻ പഠിക്കേ. അവിടം വരെ വന്ന് നിന്നിട്ട് പോയി എനിക്കിനി വയ്യ, ദേഹം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞ് പുറകിലോട്ട് പോകാതെ ആ ക്ഷീണത്തെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് നീ വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ കഴുകൻ ഈ ഭൂമിയിലിരിക്കുന്ന പാമ്പിനെ അവിടെ വെച്ച് കൊല്ലാതെ അവൻ്റെ സകല നീക്കങ്ങൾ പറയും. കാരണം ഈ വാലുകൊണ്ടത് പല റൂട്ടിലും അടിക്കും. പക്ഷേ ഏറിൽ നിന്ന ഈ പാമ്പിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നീ ജയിക്കും. സാത്താനെ നീ തോൽപ്പിക്കും. നീ പ്രാർത്ഥിക്കും, നീ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പുതിയ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു വിഷയം നടന്നാൽ അത് ഹൃദയത്തിനകത്ത് ആത്മാവിൻ്റെ ഭാരമുണ്ടാകും. ഭയങ്കരമായിട്ട് നിൻ്റെ ജീവിതം മാറിക്കിട്ടും. അതുകൊണ്ട് ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറ്. കുടുംബങ്ങളെ, സ്തോത്രം, ദേശങ്ങളെ, സഭകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതുവത്സര ആശംസകൾ പറയുന്നു. നന്ദിയുണ്ട്. എന്തിനെന്നറിയാമോ? ഒരുപാട് സ്തോത്രം. ഈ 357 പേര് എങ്ങാണ്ടോ ഈ യൂട്യൂബ് കാണുന്നുണ്ടോ. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2026 പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എണീക്ക്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എണീറ്റപ്പോൾ 3000 പേര് മാനസാന്തരപ്പെട്ടെ. സ്തോത്രം. തോൽക്കരുത്, ജയിക്കേ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.